2011 മാർച്ച് വിക്കിലീക്സ് കേബിളിനെ ചൊല്ലി പാർലമെന്റ് പ്രക്ഷുബ്ധമായി. വിശ്വാസ വോട്ട് മറികടക്കാൻ ഭരണകക്ഷി എംപിമാർക്ക് കൈക്കൂലി നൽകിയെന്ന ആരോപണം. ലോക്സഭയിൽ സംസാരിച്ച് പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് ഷഹാബ് ജഫ്രിയുടെ പ്രസിദ്ധമായ വരികൾ കടമെടുത്ത് ആഞ്ഞടിച്ചു. വിഷയം മാറ്റരുത്, എന്തിനാണ് യാത്രാവണ്ടി കൊള്ളയടിച്ചതെന്ന് പറയൂ. കൊള്ളക്കാരെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല, പക്ഷേ ഇത് നിങ്ങളുടെ ഭരണ നേതൃത്വത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. की ना बात कर, ये बता कि काफिला क्यों लूटा। तू इधर उधर की ना बात कर, ये बता कि काफिला क्यों लूटा। हमें रहजनों से गिरा नहीं, तेरी रहबरी का ख्याल है. മൻമോഹൻ ക്ഷുഭിതനായില്ല. അല്ലാമ ഇക്ബാലിന്റെ വരികൾ കൊണ്ട് ശാന്തനായി തിരിച്ചടിച്ചു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അർഹിക്കുന്നില്ല, എനിക്കറിയാം, പക്ഷേ എൻ്റെ അഭിവാഞ്ച നിങ്ങൾ അറിയൂ, കാത്തിരിക്കൂ. माना कि तेरी जीत के काबिल नहीं हूं मैं, माना कि तेरी जीत के काबिल नहीं हूं मैं, तू मेरा शौक तो देख, मेरा इंतजार तो. മറുപടി കേട്ട് സുഷമ ചിരിച്ചു. അത് കണ്ട് സിംഗും ചിരിച്ചു. 2013 രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് മറ്റൊരു സന്ദർഭം. പ്രതിപക്ഷത്തിനെതിരെ മധുരമായ ആക്രമണം തൊടുത്തുവിട്ട് മൻമോഹൻ മിർസ ഗാലിബിന്റെ വരികൾ ഉദ്ധരിച്ചു. വിശ്വസ്തത എന്തെന്നറിയാത്തവരിൽ നിന്ന് ഞങ്ങൾ വിശ്വാസം പ്രതീക്ഷിക്കുന്നു. സുഷമ സ്വരാജും വിട്ടില്ല. സ്നേഹത്തെ ഒറ്റുകൊടുക്കുന്നതിന് ഒരു കാരണമുണ്ടായിരിക്കണം. ഷീർ ബാദറിൻ്റെതായിരുന്നു വരികൾ. നിങ്ങൾ വിശ്വസ്തതയെ ഓർക്കുന്നില്ല, ഞങ്ങൾ വഞ്ചനയെയും ഓർക്കുന്നില്ല. ജീവിതത്തിനും മരണത്തിനും 2 താളുകളുണ്ട്. നിങ്ങൾ ഒന്നോർക്കുന്നില്ല, മറ്റൊന്ന് ഞങ്ങൾ ഓർക്കുന്നില്ല. അങ്ങനെ ചേർത്തു വെച്ചു സുഷമ സ്വരാജ്. 2019 ഓഗസ്റ്റിൽ സുഷമ സ്വരാജ് അന്തരിച്ചു. ഡോക്ടർ സിംഗ് കുറിച്ചു. മികച്ച പാർലമെന്റേറിയനും അസാധാരണമായ കഴിവുള്ള കേന്ദ്രമന്ത്രിയും. ഒരുമിച്ച് പ്രവർത്തിച്ചതെല്ലാം നല്ല ഓർമ്മകൾ. കലുഷിതമായ സംവാദങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുമ്പോഴാണ് മൻമോഹൻ സിംഗ് യാത്രയായത്. പരസ്പര ബഹുമാനത്തോടെ സംവദിച്ച ആ നല്ല രാഷ്ട്രീയ നാളുകളുടെ ഓർമ്മകൾ ബാക്കിയാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.